നമസ്കാരം ഡിൻഡു ബായ്. നമസ്കാരം ഉമേഷ്. നമ്മള് നാട്ടിൽ നിന്ന് വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്നലെ കേട്ടത്. കല്യാണി എന്ന് പറഞ്ഞ ഒരു 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ സ്വന്തം അമ്മ ഒരു പുഴയിലേക്ക് എറിഞ്ഞ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്, മെൽബണിൽ നിന്നാണ്. നമ്മള് ഇന്ന് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഇന്ന് സംസാരിച്ചു. അതായത് ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇവിടെ നിന്നുള്ള ഒരു കുട്ടിയാണ് ഈ ഒരു സാഹചര്യം നേരിടേണ്ടി വരുന്നതെങ്കിൽ എന്താകുമായിരിക്കും ഇവിടുത്തെ അവസ്ഥ, അതോ ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഇവിടെ കടന്നു പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചു നേരം മുന്നേ സംസാരിച്ചതാണ്. ആ സംസാരത്തിൽ നിന്നാണ് നമുക്കൊന്ന് ഇതൊരു വീഡിയോ ആക്കാം എന്നുള്ളൊരു ചിന്ത വന്നതും അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിൻഡോബായുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഡിൻഡോബായ് ഈ നാട്ടിലെ ഫോസ്റ്റർ കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഡിൻഡോബായ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഏറ്റവും ഇത്തരത്തിലുള്ള ഒരു കാര്യം ഒരു ഔദ്യോഗികമായി പറയാനും അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനും ഡിൻഡോബായ്ക്ക് ആണ് നമ്മുടെ ഒരു കോൺടാക്ട്സിൽ ഡിൻഡോബായ്ക്ക് നല്ലൊരു നോളജ് ഉള്ളത് കൊണ്ടും നമുക്ക് ഈ ഒരു വീഡിയോ കുറച്ചും കൂടിയും ഒരു ഇൻഫോർമേറ്റീവ് ആവും എന്ന് നമുക്ക് തോന്നിയതും കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നാട്ടിലുണ്ടായി. അപ്പോൾ അതിന്റെ കാരണം പലതും ആയിരിക്കാം. ഈ എന്ത് തന്നെ കാരണങ്ങളായാലും ഈ ഒരു മാതാവിന്റെ, ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു കാര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടാത്തതാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പാടാത്തൊരു കാര്യമാണത്. പക്ഷേ അതിനുള്ള പല കാരണങ്ങളും ആയിട്ട് നമുക്ക് കുറെ അപ്ഡേറ്റ്സ് കിട്ടി. ഈ അമ്മയ്ക്ക് മനോരോഗിയായിട്ടുള്ള അമ്മയായിരിക്കാം, അതല്ല ജീവിത സാഹചര്യങ്ങൾ അത്രയും മോശമായിട്ടുള്ള ആളായിരിക്കാം. എന്ത് തന്നെ ആണെങ്കിലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അത്തരത്തിലുള്ള ഏത് തന്നെ ഉള്ള സാഹചര്യങ്ങളാണെങ്കിലും ഒരു പാരന്റ് ഇവിടെ ഈ മെൽബണിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ എവിടെയാണെങ്കിലും തന്നെ ഏതെങ്കിലും ഒരു പാരന്റ് ഇവിടെയുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അവരുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമോ ഉള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഉമേഷ്, ശരിക്കും പറഞ്ഞാല് തികച്ചും സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ഇന്നിപ്പോ ആ കുട്ടിയുടെ മൃതശരീരം പുഴയിൽ നിന്ന് എടുത്തു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആ കുട്ടി തിരിച്ചു വരും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എല്ലാവർക്കും കേൾക്കാൻ പറ്റിയത് ഒരു വളരെ സങ്കടകരമായ കാര്യമാണ്, കുട്ടി മരിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ഇപ്പൊ എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ശിശുക്കളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഗവൺമെന്റിന്റെ സീനിയർ ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്രാക്ടീഷണർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് കുട്ടികളുമായിട്ട് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ കേട്ടത്. ഇപ്പൊ ഉമേഷ് ചോദിച്ച ഒരു ചോദ്യമാണ്, ഇവിടെ ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ എന്ന്. ചില കാര്യങ്ങൾ എവിടെ ആയാലും സംഭവിക്കും. പക്ഷേ ഓസ്ട്രേലിയയിൽ ഉള്ള ഒരു നിയമവ്യവസ്ഥ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക എന്നത് വളരെ കുറവാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഒരു കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ, അതുപോലെ തന്നെ ഇപ്പോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവരുടെ നേഴ്സസോ ആരെങ്കിലും തന്നെ ഇത് ഗവൺമെന്റിലേക്ക് എപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. 99% കേസുകളിലും നമുക്ക് നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ഓസ്ട്രേലിയയിൽ. കാരണം ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ കുറെ കൂടി അവയർനെസ് ഉണ്ട്. ഒപ്പം തന്നെ ഗവൺമെന്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ബേസിക്കലി ഈ കുട്ടികളുടെ സംരക്ഷണത്തിൽ ഇടപെടുന്നത്. കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രൈം ഫോക്കസ് തന്നെയാണ് എന്ന് ഞാൻ പറയും. കാരണം എന്നാൽ എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് വർക്കേഴ്സ് ആണ്, സോഷ്യൽ വർക്കേഴ്സ് ആണ്, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ് ആണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാമിലീസ്, ഫെയർനെസ് ആൻഡ് ഹൗസിംഗിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്രാക്ടീഷണേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഡിനോബായ് പറയുമ്പോൾ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ സോഷ്യൽ വർക്കിന്റെ കോഴ്സിന് വേണ്ടിയിട്ട് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ നാട്ടിലുള്ള പല ആൾക്കാർക്കും ഒരു സംശയമാണ്, ഇതിന് മാത്രമുള്ള സോഷ്യൽ വർക്ക് ആക്ടിവിറ്റീസ് എന്താണ്? അതായത് പോപ്പുലേഷൻ ഇത്രയും കുറവുള്ള ഒരു രാജ്യമായിട്ട് കൂടി ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വളരെ മടങ്ങ് കുറവ് പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് കൂടി ഇത്രത്തോളം സോഷ്യൽ വർക്കിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് പലർക്കും ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ചുകൂടി ക്ലിയർ ആയി. കാരണം ഡിനോ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം സോഷ്യൽ വർക്കേഴ്സിനുള്ള സിഗ്നിഫിക്കൻസ് ഈ ഓരോരോ കാര്യങ്ങളിലാണ്.
ഉണ്ട് ഇവിടെ തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ ഹോസ്പിറ്റലുകളായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമുക്ക് സോഷ്യൽ വർക്കേഴ്സ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഈ ഉം, സോഷ്യൽ വർക്കേഴ്സ് ആണ് പല സ്ഥലങ്ങളിലും ആൾക്കാരും അല്ലെങ്കിൽ സിസ്റ്റംസുമായിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതും ഉം, അതിനെ പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നതും. ഉം. അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ ആയിരക്കണക്കിന് സോഷ്യൽ വർക്കേഴ്സ് ഇപ്പോഴും ഞങ്ങളുടെ ഓരോ ദിവസവും രാത്രിയും പകലും വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി. ഉം, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഓരോ കുടുംബത്തിലുണ്ടാകാം. ഇപ്പൊ ഫാമിലി വയലൻസ് ആവാം, ഉം, അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ്, ഫിസിക്കൽ പണിഷ്മെന്റ് ഒന്നും ഒരു തരത്തിലും ഇവിടെ അക്സെപ്റ്റഡ് അല്ല. ഉം. ഒരു കുട്ടിയെ ഒരു വടിയെടുത്ത് തല്ലാൻ പോലും അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിക്കാൻ പോലും ഇവിടെ ശരിക്കും പറഞ്ഞാൽ പാടില്ല. ഉം. അതാണ് ഇവിടുത്തെ നിയമം. അതെ, മറ്റു രീതിയിൽ നമ്മളെ കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. അതെ. പറഞ്ഞ് അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടും തന്നെ അതെ. അനുസരണക്കേട് കാണിക്കുന്ന സമയത്ത് മാക്സിമം പറഞ്ഞിട്ടും പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും മനസ്സിലാക്കുക. വലിയൊരു അതെ. അതിനുള്ള രീതിയിൽ, അതായത് എത്രത്തോളം സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുമോ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ഒരിക്കലും ആരെയും ഫിസിക്കലി ആയിട്ട് അബ്യൂസ് ചെയ്യാനായിട്ട് ഇവിടെ നിയമം പെർമിറ്റ് ചെയ്യുന്നില്ല. ജെന്റിൽ അങ്ങനെ പാരന്റിങ് എന്തെങ്കിലും ആണ് ഇവിടെ ജെന്റിൽ പാരന്റിങ് അല്ലെ? അതിനല്ലേ ജെന്റിൽ നമ്മൾ പാരന്റിങ്, ജെന്റിൽ പാരന്റിങ്. യെസ്, ഒരിക്കലും നമ്മുടെ നാട്ടില് ചെയ്യുന്ന പോലെ 4 അടിയൊക്കെ തന്ന് ശരിക്കും പറഞ്ഞാൽ അതിവിടെ വലിയൊരു ക്രിമിനൽ കുറ്റം പോലെയാണ് കാണുന്നത്. അതെ. അപ്പോ എന്തെങ്കിലും തരത്തിൽ പാരന്റ്സിന് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് ഒന്നുകിൽ ടീച്ചേഴ്സ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് മറ്റേ കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലുമായിട്ടോ നമുക്ക് ആ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടിനെതിരെ നമ്മൾ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് പാരന്റ്സ് ഫിസിക്കലി കുട്ടിയെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പാരന്റ്സ് കേപ്പബിൾ അല്ല. ഇപ്പൊ നാട്ടിലെ സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അമ്മയുടെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അനലൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഡിലേ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കണം അമ്മയുടെ കയ്യിൽ ഫ്രീ ആയിട്ട് ആ കുട്ടി എത്തപ്പെടുകയും ഇപ്പോ കുട്ടിയെ കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ അംഗൻവാടിയിൽ നിന്ന് അമ്മ തനിച്ചാണ് കൊണ്ടുപോയത് എന്നുള്ള റിപ്പോർട്ട് ഞാൻ കണ്ടു ടിവിയിൽ. അപ്പോ നേരെ മറിച്ച് ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ ഈ അതില് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് സോറി സോറി. അതില് ഒരു കാര്യം കൂടി ഏറ്റവും വേദനാജനകം എന്ന് പറയുന്നത് ഈ കുട്ടിയെ അമ്മ കൊണ്ടുപോയിരിക്കുന്നത് അംഗനവാടിയിൽ നിന്നാണ്. അതായത് യെസ്, ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡേ കെയർ സിസ്റ്റം പോലെ തന്നെയാണല്ലോ നാട്ടിലെ അംഗനവാടി. തീർച്ചയായിട്ടും. ഇവിടെ ഒരു ഡേ കെയറിൽ ഇത്തരം ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഡേ കെയറത്തെ ടീച്ചർമാർ ഈ ഫോസ്റ്റർ കെയറിങ് അല്ലെ അല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അതായത് അറിയിക്കും. ഇപ്പൊ ആ കുട്ടിക്ക് വേണ്ടി ഇപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് അല്ലെങ്കിൽ പാരന്റ്സിന് ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടിയെ നമുക്ക് ഇപ്പൊ കിൻഡർ ഗാർഡനിൽ ആണ് എങ്കിൽ കൂടി ആ ടീച്ചർമാരോ അല്ലെങ്കിൽ അവിടെ വരുന്ന എല്ലാവരും വളരെ അറ്റ്മോസ്റ്റ് കെയർ എടുത്തിട്ടായിരിക്കും ആ കുട്ടിയെ നോക്കുക. ഒപ്പം തന്നെ ഇപ്പൊ എന്തൊക്കെ സിറ്റുവേഷൻസ് ഇപ്പൊ പാരന്റ്സിന് കുട്ടികളെ നോക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അസസ്മെന്റ് നമ്മൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ പിന്നീട് പാരന്റ്സിന്റെ കൂടെ ആയിരിക്കില്ല വളരാനായിട്ട് അനുവദിക്കുന്നത്. ഉം, നമ്മൾ അതിന് വേണ്ട ഫോസ്റ്റർ പാരന്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കും. ഉം, അത് ചിലപ്പോൾ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ ആരാണോ നമ്മൾ സ്യൂട്ടബിൾ ആണെന്ന് അസസ് ചെയ്യുന്നത് അവരെ ആയിരിക്കും നമ്മൾ കുട്ടികളെ നോക്കാനായിട്ട് ഏൽപ്പിക്കുക. ഉം, അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പല പ്രൊഫഷണൽസ് അസസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഫോസ്റ്റർ കെയർ എന്നുള്ള രീതിയിലേക്ക്. ഈ നാട്ടിൽ ഫോസ്റ്റർ കെയർ വളരെ കുറവാണ്. ഉം. അഡോപ്ഷൻ ഉണ്ട്. അഡോപ്ഷന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് വളരെ ലോങ് ആൻഡ് എന്താ പറയാ അതെ. ഡിഫിക്കൽട്ട് ആണ്. ഒരുപാട് ഫോർമാലിറ്റീസിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഒരു ഫോർമാലിറ്റീസ്. പ്രക്രിയയാണത്. അതെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പാരന്റ്സിന് ഇൻകപ്പാസിറ്റേറ്റഡ് ആണ്, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫോസ്റ്റർ കെയറിന്റെ അടുത്തേക്കായിരിക്കും നമ്മൾ ആ കുട്ടിയെ ആക്കുക. അതും ഈ പാരന്റ്സിന് ഏറ്റവും അടുപ്പമുള്ള അല്ലെങ്കിൽ പാരന്റ്സിന്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരെയായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഉം, കുട്ടിയുടെ ആ കണക്ഷൻ അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടുള്ള ബന്ധം അതൊന്നും മുറിയാതെ നമ്മൾ നോക്കും. ഉം, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ കുട്ടിയുടെ എല്ലാവിധ കാര്യങ്ങളും, അതായത് ഉം, ഗവൺമെന്റ് ആണ് ഇവിടെ കുട്ടിയെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് എടുക്കുന്നത്. മാസം ഉം. മാസം ഒരു ഇത്ര ശതമാനം പൈസ നമ്മൾ ഈ കുട്ടികളെ നോക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. അവരുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ. ഒപ്പം തന്നെ കുട്ടികൾക്ക് എവിടെയാണോ പഠിക്കേണ്ടത് ആ പഠിക്കേണ്ട എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഓക്കെ. പാരന്റ്സിന് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമാണ് അവർക്ക്, അതായത് മാനസികമായ പ്രശ്നങ്ങളുണ്ട് ഉം, അല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിമകളാണ്. ഉം, അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് തന്നെ ഇടപെട്ട് ഇപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഉം, ബേസിക്കലി അവർക്ക് വേണ്ട എല്ലാവിധ റിക്കവർ ആവാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഉം. നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഓക്കെ. എല്ലാ സ്ഥലത്തും ഓരോ പാരന്റ്സിന്റെ വില്ലിങ്നെസ് അനുസരിച്ചിരിക്കും അവർ ചേഞ്ച് ചെയ്യുന്നത്. അതെ. ഓക്കെ. അപ്പോ ആ അവരൊട്ടും രീതിയിലുള്ള സഹകരിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കെയർ ഒന്നും എടുക്കാൻ ചിലപ്പോ സാധിച്ചില്ല. പറ്റില്ല. അതെ. തീർച്ചയായിട്ടും പാരന്റ്സ് വില്ലിങ് ആണ്, അവർക്ക് സപ്പോർട്ട് വേണം എന്നുള്ള സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ സഹായിക്കും. ഉം. ഒപ്പം അതിന് വേണ്ടിയിട്ട് കോടതിയുണ്ട് ഇവിടെ. ഇവിടെ കോടതിയുടെ നിയമം അനുസരിച്ചിട്ടാണ് നമ്മള്, അതായത് കുട്ടികൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് കോടതിയുണ്ട്. ഉം. ഇപ്പോ നാട്ടിലൊക്കെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുണ്ട്. ആ. പക്ഷെ അതിനേക്കാളും സ്ട്രോങ് ആണ് ഇവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള നിയമം തന്നെയുണ്ട്. 2005 ഉണ്ടായിരിക്കുന്ന ചൈൽഡ് യൂത്ത് ആൻഡ് ഫാമിലീസ് ആക്ട് വളരെ സ്ട്രോങ് ആൻഡ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണം, ഉം. ഏതൊക്കെ രീതിയിൽ കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടാം, അതിനൊക്കെ നമ്മൾ എന്തൊക്കെ രീതിയിൽ പ്രതികരിക്കണം ഓക്കെ. എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ട് ഇപ്പോ പീനൽ കോഡ് പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട്. അപ്പൊ ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോയേഴ്സ് ഉണ്ട്, നമ്മളെ ഡിപ്പാർട്ട്മെന്റിന് ലോയേഴ്സ് ഉണ്ട്, ഓക്കെ. നമ്മളും പാരന്റ്സിന്റെ ലോയേഴ്സുമായി ആർഗ്യൂ ചെയ്യുന്നുണ്ട് പല സമയങ്ങളിലും. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് കുട്ടിയുടെ ഏറ്റവും സേഫ്റ്റി ആണ് ഇവിടെ നോക്കുന്നത്. അതിപ്പോ ഓക്കെ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇവിടുത്തെ ഒരു പാർക്ക് സന്ദർശിച്ചാൽ പോലും നമുക്കറിയാൻ പറ്റും കുട്ടികൾ വീണ് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പാർക്കിന്റെ അടിഭാഗം വരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇവിടെ അതെ. നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതെ. ആ. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചൈൽഡ് സീറ്റ്, ഉം. കാറിൽ പോകണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മസ്റ്റ് ആയിട്ടും ചൈൽഡ് സീറ്റ് ഇല്ലാതെ ഒരാളെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പൊ നാട്ടില് ഞാനൊക്കെ പോയിട്ടുണ്ട്, 5ഉം 6ഉം 7ഉം പേരൊക്കെ ഒരു ചെറിയ 5 സീറ്റർ വണ്ടിയിൽ നിറഞ്ഞിരുന്ന് പോകും. അതെ. പക്ഷെ അത് നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ നിയമങ്ങളും സ്ട്രിക്റ്റ് ആണ്. ഇവിടുത്തെ ആ സിറ്റിസൺസ് ഒബേ ചെയ്യുന്നതും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഫോസ്റ്റർ കെയറിലേക്ക് കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്നത്? അതായത് പാരന്റ്സിന്റെ ഡിഫറെന്റ് കണ്ടീഷൻസ് ആണെന്ന് അങ്ങനെയുള്ള പല സിനാരിയോസ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് ഒരു പറയാമോ? ഇവിടെ നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്നത് ബേസിക്കലി നമുക്ക് ഒരു പാരന്റിനെ പറ്റി ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ. കുട്ടി ഏതെങ്കിലും തരത്തിൽ, ഫോർ എക്സാമ്പിൾ കുട്ടിയെ തല്ലി, ഉം. അല്ലെങ്കിൽ കുട്ടിയെ മിസ്യൂസ് ചെയ്തു, ഉം. സെക്ഷൽ ആയിട്ട് അബ്യൂസ് ചെയ്തു, ഉം. ഇനി അതുപോലെ തന്നെ മിസ്ട്രീറ്റ് ചെയ്തു, എങ്ങനെ ഉം. ഏത് രീതിയിൽ അബ്യൂസ് നടന്നാൽ ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉം. ഉടനടി തന്നെ നമ്മൾ ഒരു ടീം പോയി ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ആ ഓക്കെ. ഇൻവെസ്റ്റിഗേഷനിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് അവിടെ ഒരു അബ്യൂസ് നടന്നിട്ടുണ്ട് എന്ന് കൊച്ചിന്റെ സേഫ്റ്റിയിൽ കൺസേൺ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ. തീർച്ചയായിട്ടും ആ കുട്ടിയെ ആ സമയത്ത് തന്നെ നമ്മുടെ അതായത് സ്റ്റേറ്റിന്റെ സെക്രട്ടറിയുടെ അധികാര പരിധി ഉപയോഗിച്ച് ആ ആ. കുട്ടിയെ അവിടെ നിന്നും അപ്പൊ തന്നെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ അങ്ങനെ മാറ്റപ്പെടുന്ന എല്ലാ കുട്ടികളും ആ. നമ്മൾ ഒന്നുകിൽ അവരുടെ ഏതെങ്കിലും റിലേറ്റീവ്സിനെ കണ്ടുപിടിക്കുകയോ, ആ. അതായത് പാരന്റ്സിനെ തന്നെ സജസ്റ്റ് ചെയ്യാം ആരുടെ അടുത്താണ് അവർക്ക് ആക്കേണ്ടതെന്നുള്ളത്. ആ. അവരുടെ ആ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ ആ. അവരുടെ പോലീസ് ഹിസ്റ്ററി എടുക്കും, അവരുടെ ഞങ്ങളുടെ സിസ്റ്റത്തിൽ ചെക്കിംഗ് ഉണ്ട്. പിന്നെ ഓക്കെ. അതുപോലെ തന്നെ ബാക്കി അവരുമായിട്ട് സംസാരിക്കും, അവരുടെ വീട് പോയി കാണും, ഓക്കെ. പിന്നെ അവർ മെന്റലി സ്റ്റേബിൾ ആണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ. ഇതിനൊക്കെ ശേഷം നമ്മൾ ആ കുട്ടിയെ അവരെ നോക്കാനാണ് ഏൽപ്പിക്കുന്നത്. ഓക്കെ. അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ. അപ്പൊ അതില് ഓക്കെ. ഉമേഷ് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ ഏത് തരത്തിൽ വേണമെങ്കിലും ആകാം. ഇപ്പൊ ഉം. പാരന്റ്സിന് ചിലപ്പോൾ ഇൻകപ്പാസിറ്റഡ്, അതായത് അവർക്കുള്ള കപ്പാസിറ്റി ഉണ്ടാകില്ല. ഉം. ആ കപ്പാസിറ്റി എന്ന് പറയുന്നത് മെന്റലി ചിലപ്പോൾ അവർക്ക് സ്ട്രോങ് ആയിരിക്കില്ല. ഉം. ചില കേസുകളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവം കഴിഞ്ഞ് ആ ഉം. പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഉം. പാരന്റ്സ് ഒത്തിരി അധികം ഡ്രഗ് യൂസ് ചെയ്യുന്നവരായിരിക്കാം. ഉം. അവർക്ക് ഇപ്പൊ ഈവൻ മുലപ്പാലിൽ കൂടെ അവർ ഉപയോഗിക്കുന്ന ഡ്രഗ് കുഞ്ഞിന്റെ കുഞ്ഞിന്റെ വയറ്റിലെത്താൻ ശരീരത്തിൽ സാധ്യതയുള്ളത് എത്താനുള്ള കൊണ്ട് ചാൻസ് ഉണ്ട്. ഉം. മുലയൂട്ടാൻ പോലും പാടില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ പലപ്പോഴും എന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ നമുക്കും വളരെ വേദനാജനകമായ കാര്യമാണ്. അതെ. പക്ഷേ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി എന്നുള്ളത് ഇവിടെ പാരമൗണ്ട് ആണ്. അതായത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയാണ്. അത് സേഫ്റ്റി. അതെ. കഴിഞ്ഞിട്ടേ എന്തുമുള്ളൂ. ഓക്കെ. അങ്ങനെ ഓക്കെ. ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ. അപ്പോ ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, പാരന്റ്സ് സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ വേറെ റിലേറ്റീവ്സ് Yeah. ആവാം എന്നൊക്കെ പറഞ്ഞു. ഇവരാരും കാപ്പബിൾ അല്ല എന്നാണ് ഒരു റിപ്പോർട്ട് ജനറേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ റിസൾട്ടിൽ Yeah. മനസ്സിലാക്കുന്നതെങ്കിൽ വേറെ ആർക്കൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും. പറ്റുന്നത്? അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അങ്ങനെ പല സിറ്റുവേഷൻസും ഉണ്ട് ഇപ്പോ. ഉം. ആ സിറ്റുവേഷൻസിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പല പല ഏജൻസികൾ, അതായത് കമ്മ്യൂണിറ്റിയിലുള്ള പല പല ഏജൻസികൾ നടത്തുന്ന ഫോസ്റ്റർ കെയറേഴ്സ് ഉണ്ട്. ആ ഫോസ്റ്റർ കെയറേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് കുട്ടികൾ ഉണ്ടാകാം, ചിലപ്പോൾ അവർക്ക് അവരുടെ കുട്ടികൾ വളർന്ന് വലുതായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ ഉം. സിംഗിൾ പാരന്റ് ആയിരിക്കാം. ഉം. അവര് ഡെഡിക്കേഷനോട് കൂടി മുന്നോട്ട് വരികയാണ്. ഉം. ഞങ്ങൾക്ക് 2 കുട്ടികളെ നോക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കൊച്ചിനെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ട് വരികയാണ്. ഓക്കെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ആ ഏജൻസികളുമായിട്ട് ബന്ധപ്പെടും. ഇവിടെ ഒത്തിരി അധികം ഏജൻസികളുണ്ട്,
ആയിരക്കണക്കിന് ഫോസ്റ്റർ കെയറേഴ്സും ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. അതാണ് അപ്പൊ അതാണ് ബേസിക്കലി വേറൊരു അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാട്ടില് ഇത്തരത്തില് വോളണ്ടിയർ ആയിട്ട് മുന്നോട്ട് വരുന്ന ആരും ചെയ്യില്ല. നമ്മുടെ എന്താ പറയാ, നമ്മുടെ സറൗണ്ടിങ്ങിലൊന്നും ആരെയും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഇല്ല, ഇല്ലാത്തൊരു കാര്യമാണ്. നേരെ മറിച്ച് ഇവിടെ അതെന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. കോമൺ ആണ്. എല്ലാരും മുന്നോട്ട് വരികയാണ്. അതായത് സ്വന്തമായിട്ടുള്ള തീർച്ചയായിട്ടും. കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതൊരു ആക്ച്വലി നല്ല സോഷ്യൽ സർവീസ് ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ? ഉണ്ട്. ഇപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ വീട്, അവരുടെ എല്ലാ എനർജി, അവരുടെ എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് വേണ്ടി അവർ ചെലവഴിക്കുകയാണ്. ഗവൺമെന്റിൽ നിന്നും ഒരു ചെറിയ വരുമാനം അവർക്കുണ്ട്. അതിനേക്കാൾ ഉപരി ഇതൊരു സർവീസ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതെ. ഒപ്പം അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് SOS എന്ന് പറയുന്ന ഒരു ഏജൻസി ശരിക്കും പറഞ്ഞാല് ഒരു കുറച്ച് കുട്ടികളെയൊക്കെ ഒരു വീട്ടിലാക്കി ഒരു ആയയുടെ നേതൃത്വത്തിൽ ആ കുട്ടികളെ നോക്കുന്ന അങ്ങനെ. അത് മാത്രമാണ് ഞാൻ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടുള്ളത്. അതെ. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു ഫാമിലിയാണ് ഒരു കുട്ടിയെ ഏറ്റെടുക്കുന്നത്. അപ്പോ അവന്റെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ വളർന്നു വരുവാനായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവനൊരു പുതിയ ഫാമിലിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതെ. അവന്റെ പാരന്റ്സ് ചിലപ്പോ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പല സിറ്റുവേഷൻസും ഉണ്ട്, ഉം. അല്ലെങ്കിൽ അവർ മരിച്ചു പോകുന്ന സമയങ്ങളുണ്ട്. അപ്പൊ ഒക്കെ ഈ കുട്ടിക്ക് സ്ഥിരമായിട്ട്, അതായത് കുട്ടികളുടെ അറ്റാച്ച്മെന്റ് ഫോം ആവുന്നത് ഒരു 2 വയസ്സിനിടയ്ക്കാണ്. അതെ. അപ്പൊ അതിനുള്ളില് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെയറിനെ കിട്ടിയാൽ മാത്രമാണ് ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് ക്ലിയർ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഈ ഫോസ്റ്റർ കെയറേഴ്സിന്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ യൂസ്ഫുൾ ആണ് ഈ സമയത്ത്. ഓക്കെ. കുട്ടികൾക്ക് സ്ഥിരമായിട്ടൊരു വീട്ടിൽ നിൽക്കുക, അവരെ അപ്പനെയോ അമ്മയോ പോലെ കണ്ട് ഒരു മോഡൽ ഫിഗറിനെ പോലെ കണ്ടിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു നല്ല ലൈഫ് സ്റ്റൈൽ കെട്ടിപ്പടുക്കാനും ഒരു റൊട്ടീനും ഒരു ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ വെച്ച് അതെ. ഒരു നല്ല ലൈഫിൽ, അതുപോലെ തന്നെ അവർക്ക് ഏത് സ്കൂളിലാണോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടത്, എന്ത് വേണ്ട കാര്യങ്ങളാണെങ്കിലും നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് ഫോസ്റ്റർ കെയറേഴ്സ് ഇവിടെ അവരുടെ കുട്ടികളെ കൊടുക്കുന്ന കുട്ടികളെ അവർ നോക്കുന്നത്. ഓക്കെ. പിന്നെ ആ ഫോസ്റ്റർ കെയറേഴ്സിനെ മോണിറ്റർ ചെയ്യാനായിട്ട് പല പല ഏജൻസികളുമുണ്ട്. അപ്പോൾ ഓക്കെ. എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റി ഓഫ് കെയർ ഇഷ്യൂ അവിടെ വന്നു കഴിഞ്ഞാൽ പോലും അത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടും. ഓക്കെ. പിന്നെ അവർക്ക് ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർക്ക് കുറെ ക്രിമിനൽ മാറ്റേഴ്സിൽ അത് അഫക്ട് ചെയ്യും അവരെ. ഓക്കെ. അതുകൊണ്ട് തന്നെ അവർ വളരെ കെയർഫുൾ ആണ്. അവരുടെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉണ്ടാവാതെ ഇരിക്കാനായിട്ട് അവർ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് ഈ രാജ്യത്ത്. ഓക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ കുറെ ഗവൺമെന്റിന്റെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ വ്യൂസ് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ അതെ. എന്താ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അതെ. അതെ. നല്ലൊരു വിഷനുള്ള ഗവൺമെന്റ്, അല്ലെങ്കിൽ ഗവൺമെന്റ് മാത്രം ഇതിപ്പോ ഈ കറന്റ് ഗവൺമെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നല്ല. ഇത് കാലങ്ങളായിട്ട് അല്ലല്ല, ഇവിടെ വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ട് തുറന്നു വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോ തീർച്ചയായും. മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകളുടെ വിഷൻ അത് നല്ലൊരു ഇതായതുകൊണ്ട് ഇവിടെ ഈ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ കുട്ടികൾ വളർന്നു വലുതായിട്ടുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഇവിടുത്തെ ഒരു പൊതുവെയുള്ള ആം, ആ, ഒരു കസ്റ്റമാണ് കുട്ടികൾ ഒരു ഇൻഡിപെൻഡന്റ് ആവുക, അല്ലെങ്കിൽ ഒരു അഡൾട്ട് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ സ്വന്തമായി ജോലി എടുക്കാൻ പ്രാപ്തരായുള്ള ലെവലിലേക്ക് എത്തുമ്പോൾ വേറെ വീട്ടിലേക്ക് പോയി താമസിക്കുകയാണ് സാധാരണ ചെയ്യാറ്. പാരന്റ്സിന്റെ ഒപ്പം താമസിക്കുന്നത് വളരെ കുറവായിട്ടുള്ളൊരു സിസ്റ്റമാണ്. ആ ഒരു കൾച്ചർ അല്ല ഇവിടെ ഉള്ളത്. അതിനും അഗെയിൻ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കല്ല വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനാരിയോയില് ഈ ഫോസ്റ്റർ കെയറിൽ ജീവിച്ച ഒരു ചൈൽഡ് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ഇപ്പൊ ഫോസ്റ്റർ കെയറിൽ ആക്ച്വലി ജീവിക്കുക എന്ന് പറഞ്ഞാലും അവൻ ശരിക്കും പറഞ്ഞാൽ ഒരു പാരന്റിന്റെ കൂടെ ആയിരിക്കും. അതായത് ഒരു അതെ. അമ്മയോ അപ്പനെ പോലെ ഉള്ള ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കും അവൻ താമസിക്കുന്നത്. അതെ. അപ്പോ സാധാരണ രീതിയിൽ എന്താണോ ഞാൻ എന്റെ കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും അവരും ഈ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും അവനെ എങ്ങനെയാണോ ജോലിക്ക് എത്തേണ്ടത്, അല്ലെങ്കിൽ അവനെ ഏത് രീതിയിൽ പഠനത്തിൽ നമ്മളിവിടെ വിട്ടുവീഴ്ചയൊന്നുമില്ല. 15 വയസ്സ് വരെ മസ്റ്റ് ആയിട്ടും കുട്ടികൾ മറ്റേ എഡ്യൂക്കേഷനിൽ കമ്പൽസറി. പാർട്ടേക്ക് ചെയ്തിരിക്കണം. അപ്പൊ ആ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവനെ ഇപ്പൊ ഏത് ഫീൽഡിലേക്കാണോ തിരിയേണ്ടത് അതിനുള്ള സപ്പോർട്ടുകൾ ഈ പാരന്റ്സ് കൊടുക്കും. ഒപ്പം അവനെ ഇൻഡിപെൻഡന്റ് ആക്കാനുള്ള ഈവൻ അവന്റെ എന്താ പറയാ, അവന്റെ CV, അതുപോലെ തന്നെ അവന് ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട് എടുക്കുക, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ഞാൻ എങ്ങനെയാണോ എന്റെ കുട്ടിക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവരും അത് ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് സപ്പോർട്ടും ഉണ്ട്. ഇപ്പോ നമുക്ക് ലീവിംഗ് കെയർ പാക്കേജ് ഉണ്ട്, ലീവിംഗ് കെയർ പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ ഹോം സ്ട്രെച്ച്, ബെറ്റർ ഫ്യൂച്ചർ, അങ്ങനെ പല പല സർവീസസ് ബേസിക്കലി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെയും ഇന്റന്റ് ചെയ്യുന്നത് ഒരു കുട്ടി 18 വയസ്സ് കഴിഞ്ഞാൽ
ഉം. അവനെ എങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക Help ചെയ്യും. എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ. ചിലപ്പോൾ അവനെ ട്രേഡിലേക്ക് കയറ്റി വിടും. അതുപോലെ തന്നെ അവനെ ഇപ്പൊ എന്തെങ്കിലും ഒരു തരം ജോലിയിലേക്കാണ് അവൻ ആഗ്രഹമെങ്കിൽ ആ രീതിയിലേക്ക് അവനെ ഓറിയന്റ് ചെയ്ത് അവനെ സപ്പോർട്ട് അവരുടെ ചെയ്ത് കരിയർ അവനെ കൗൺസിലിംഗ് കൊടുക്കും. ആസ്പിറേഷൻസിനെ ഒരു തരത്തിലും ബ്ലോക്ക് വരാതെ എങ്ങനെയാണ്? ഒരിക്കലുമില്ല, അതെ. ഒരിക്കലുമില്ല. അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ഈ ഓക്കെ. ഏജൻസികളും ഫോസ്റ്റർ പാരന്റ്സും അതുപോലെ തന്നെ ഗവൺമെന്റും അവന് ബാക്ക് സപ്പോർട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ നാട്ടില് ഈ കല്യാണിക്കുണ്ടായ അവസ്ഥ എന്ത് കാരണത്താലോ ആയിക്കോട്ടെ, അത് ഇപ്പൊ അമ്മയ്ക്ക് മാനസിക രോഗമോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ലാത്തതോ അല്ലെങ്കിൽ വീട്ടില് ഒരു തരത്തിലും ഒരു കുഞ്ഞിനെ വളർത്തെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ പറഞ്ഞ ഏത് സാഹചര്യമാണെങ്കിലും ഇവിടെ ആയിരുന്നു ആ സാഹചര്യമെങ്കിൽ ഈ പറഞ്ഞ ഫോസ്റ്റർ കെയറിംഗ് സിസ്റ്റം തീർച്ചയായിട്ടും ആ കുട്ടീനെ ഏറ്റെടുത്തേനെ. ഈ കല്യാണി ഇവിടെ ആയിരുന്നെങ്കിൽ ഒരിക്കലും മരിക്കില്ലായിരുന്നു, നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ കുഞ്ഞും ബേസിക്കലി പാരന്റ്സിന് നോക്കാൻ സാധിക്കാതെ വന്നാൽ അത് പിന്നെ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയി മാറുകയാണ്. അതെ. അപ്പോൾ സ്റ്റേറ്റ് ആണ് പിന്നീട് അതിനെ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടിക്ക് വേണ്ട എന്ത് കാര്യമാണെങ്കിലും അത് ഈ പറഞ്ഞ ഫോസ്റ്റർ കെയറിലൂടെ സ്റ്റേറ്റ് ആ കുട്ടിക്ക് നേടിക്കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഓ. അങ്ങനെ വരുമ്പോ ഒരിക്കലും ഇപ്പൊ കല്യാണിയുടെ അവസ്ഥ താങ്കൾ പറഞ്ഞ പോലെ എനിക്കും അറിയില്ല അതിന്റെ ആക്ച്വൽ റീസൺ എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടുക എന്നുള്ളത്. അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഉം. പക്ഷെ എങ്കിൽ കൂടി തീർച്ചയായിട്ടും ഇവിടെ ആയിരുന്നുവെങ്കിൽ ഫസ്റ്റ് ഉം. റിപ്പോർട്ട് നമുക്കിപ്പോ മുന്നേ ഞാൻ കേട്ടു മറ്റൊരു കുട്ടിക്ക് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് തന്നെ ഉം. ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുക്കാനുള്ള റിപ്പോർട്ട് മുന്നേ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. ഓക്കെ. അങ്ങനെയുള്ള റിപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്രാക്ടീഷണേഴ്സ് അതിന് ആക്ഷൻ എടുക്കുമായിരുന്നു. ഉം. ഒരിക്കലും ആ കുട്ടിയെ അമ്മയെ അത്ര ഫ്രീ ആയിട്ട് കാണാനോ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോവാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കില്ലായിരുന്നു. ഉം. ആ കുട്ടിക്ക് കുറേയും കൂടെ സേഫ്റ്റി അഷ്യൂർ ചെയ്യാനായിട്ട് ഇവിടെ ആയിരുന്നെങ്കിൽ സാധിച്ചേനെ. ഓക്കെ. അതുപോലെ തന്നെ ആ കുട്ടിക്ക് യാതൊരു വിധത്തിലുമുള്ള കുറവ് വരുത്താതെ ഈ ഉം. ഗവൺമെന്റ് ആ കുട്ടിയെ നോക്കും എന്ന് ഇവിടെ ഞാൻ വർക്ക് ചെയ്ത എന്റെ എക്സ്പീരിയൻസിൽ ഉം. എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഓക്കെ. നമുക്ക് നാട്ടില് ചിലപ്പോ ഈ പറഞ്ഞ സിസ്റ്റംസ് എല്ലാം വന്നിട്ടില്ല. അപ്പൊ ഉം. അതിന്റെ ഒരു പരിമിതികളുണ്ട്. പിന്നെ ഉം. നാട്ടില് നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയാണ്. നമ്മുടെ ഫാമിലി, നമ്മുടെ ബന്ധുക്കൾ അവരെല്ലാം നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഓക്കെ. പക്ഷെ ചില സമയങ്ങളിൽ അത് കൃത്യമായിട്ട് വരാതെ പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ. പിന്നെ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉം. അപ്പോ അങ്ങനെ ആശ്വസിക്കാം നമുക്ക്. ആ. തീർച്ചയായിട്ടും ഇവിടെ ആയിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. താങ്ക് യു ഡിൻഡോ ബോയ്. എന്തെങ്കിലും നാട്ടില് ഈ ഒരു അധികാരികൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മേഖലയിൽ ചുറ്റിപ്പറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ എന്തെങ്കിലും ഒരു സജഷനോ അല്ലെങ്കിൽ ഈ ഒരു ഫോസ്റ്റർ കെയറിംഗ് അവിടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ഡിൻഡോ ബോയുടെ ഭാഗത്ത് നിന്ന് നൽകാൻ പറ്റുമോ? അങ്ങനെ പറയാൻ ഞാൻ ആളല്ല. പക്ഷെ എങ്കിൽ കൂടി ഇപ്പൊ നമുക്ക് ഇവിടെ ഈ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അതായത് ഈ ഫോസ്റ്റർ കെയർ, ഫോസ്റ്റർ പാരന്റ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അതായത് ഗവൺമെന്റ് അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും. കാരണം അതല്ലാതെ നമുക്ക് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അപ്പോ വോളണ്ടറി അറേഞ്ച്മെന്റ്സ് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പൊ ഒരു അപ്പനും ഒരു അമ്മയുമുള്ള ഒരു വീട്ടില് ചിലപ്പോൾ അവർക്ക് നോക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെയുള്ള ഓപ്ഷൻസ് ഏതെങ്കിലും അനാഥാലയങ്ങളിലാക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ്. അനാഥാലയങ്ങൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് വളർന്നു വരുന്ന കുട്ടിയുടെ മാനസികമായ ആരോഗ്യം അല്ലെങ്കിൽ അതൊക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും, വളരെ കുറവായിരിക്കും. ആ കുട്ടികൾ പല രീതിയിലും ഇപ്പൊ ജനസേവ, ശിശുഭവൻ അങ്ങനെയുള്ള പല പല സെന്ററുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയുള്ള ജീവിത രീതികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെയും നല്ല മികച്ച രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ നോക്കുന്നത് എങ്കിൽ കൂടി ഒരു ഫാമിലിയുടെ കൂടെ വളരുക എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനീഷ്യേറ്റീവ് എടുത്ത ആൾക്കാർ ചെയ്യുകയാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ നല്ലതായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ഒരു കുടുംബത്തിൽ വളരുന്ന ഒരു ഫീല് കിട്ടും. അതിനു വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ആൾക്കാരും കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതായിരിക്കും. അതെ, അതായത് അധികാരികൾ മാത്രമല്ല, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു പോയിന്റ് ആണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഡിൻഡോ ബോയ്, നിങ്ങളുടെ ഈ ഒരു മേഖലയിലുള്ള അറിവുകൾ നമ്മൾ ആയിട്ട് ഷെയർ ചെയ്തതിന്. ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ്, വാല്യുബിൾ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി എന്ന് വിചാരിക്കുന്നു.
താങ്ക് യു സോ മച്ച്. താങ്ക് യു ഉമേഷ്.